സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല കിടിലൻ പാക്ക് വന്നിട്ട് നമ്മുടെ ജിറോഡ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസെക്കിനെയൊക്കെ മച്ചാമാരെ. ഇപ്പോൾ ഓൾറെഡി ആ ഒരു പാക്കിൻ്റെ 100 കോയിനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കിൻ്റെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റിയൽ സഞ്ജു എന്ന് പറഞ്ഞ ചാനൽ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പോയി എല്ലാവരും ചെയ്ത് നോക്കുക. ജസ്റ്റ് 100 സ്പിൻ മാത്രം ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മുടെ ഒരു വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഞാൻ മാനേജറിന് മാറ്റി മച്ചാമാരെ. കാരണം ഓൾറെഡി ഇപ്പം എന്താണെന്നറിയില്ല, നമുക്ക് ഒന്നാമത് അറിയാം നെർഫഡാണ്. പിന്നെ ഈ ആഴ്ച അപ്ഡേറ്റ് നല്ല ഒരെണ്ണം വരുന്നുണ്ട്, നമ്മൾ മെയിൻ്റെനൻസ് ഉണ്ടാവും കേട്ടോ. അപ്പം ആ ഒരു കാരണത്താൽ നമ്മൾ എന്താക്കി നോക്കുമ്പോൾ എൻ്റെ മിക്ക പ്ലേയേഴ്സും എന്താ പറയുക പൊസിഷൻ പോയി കിടക്കുന്നുണ്ട്. സിയും ഡി ഒക്കെ ആയി ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മച്ചാൻ ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഗെയിം പ്ലാൻ നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറിനെ കിട്ടി. അപ്പോൾ ആ ഒരു മച്ചാൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ആ ഒരു പ്ലെയറിനെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയറിൽ LB കിടക്കുന്നത്. ഞാൻ റോബോട്ടൊക്കെ എൻ്റെ മച്ചാമ്പിൽ അപ്പോൾ ഒരു കിടിലിന് ഓപ്പോണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിവാക്കോവിച്ച് ഉണ്ട്, പിന്നെ വാൻഡേവാട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ ടോണി ഉണ്ട്, ഡേവിഡ് ബെക്കാം ഉണ്ട്, കേസ്മിറോ ഉണ്ട്, അതുപോലെ ഷോർട്ട് ടൈം ഉണ്ട്, ഓവൻ ഷെവൻകോ ക്രൈഫാണ്. എന്തായാലും മച്ചാമാരെ നമ്മുടെ ക്രൈഫാണ് മാനേജർ അല്ല നമ്മുടെ ക്യാപ്റ്റൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ലിസ്റ്റിലുള്ള പ്ലെയറെ ഞാൻ കാണിച്ചു തരാം കേട്ടോ മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് മറ്റേ ഗോളിൻ്റെ അടുത്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത് ഡബിൾ ബൂസ്റ്ററായ ഓവൻ പ്ലസ് ഷെവൻകോ ഒരു സ്ക്വാഡാണ് ഗൈസ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കിമി കേട്ടോ, കിം ജി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നമ്മുടെ സ്റ്റാൻഡേർഡിലുള്ള പൊസിഷനിലുള്ള ഒരു പ്ലെയറിനെയാണ്. ചിലപ്പോൾ 1-2 മാച്ച് നമുക്ക് കളിപ്പിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. സോ ഗൈസ് നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതാ നമ്മുടെ സുവാരസ് 2, നമ്മുടെ ജെറാഡ് 2 ഇതാട്ടോ ആ ഒരു പ്ലെയർ. കിം ജിൻസു അതാട്ടോ നമ്മുടെ പ്ലെയർ ഗൈസ്, കിം ജി. ഓക്കെ, അപ്പോൾ മച്ചാമാരെ കയറിയിട്ടുണ്ട് നമ്മുടെ കിം ജിൻസു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ക്രോസ് കൊടുത്തു നോക്കാം. ഓക്കെ, എൻ്റെ പൊന്ന് ഗൈസ് ഡിമാർക്കോ ഗൈസ്. അപ്പം മെസ്സി ഒരു എന്താ പറയുക ഹെഡ് ഇട്ടു, പക്ഷേ സംഭവം ഗോളി തട്ടിക്കളഞ്ഞു. നമ്മുടെ ലിവോക്കോവിച്ചാണ് മച്ചാമാരെ. അപ്പോൾ നമ്മുടെ പോർച്ചുഗൽ അങ്ങനെ മാച്ചൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് ടീമായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻറ്റ് ചെയ്യുക മച്ചാമാരെ. എന്തായാലും നമുക്ക് ഡേവിഡ് ബെക്കാമിനെ കൊണ്ട് നമ്മുടെ ഇത് അടുപ്പിക്കാം. അപ്പോൾ നോക്കാം ഗൈസ്. ഗ്രീസ്മാൻ 2 ഓക്കെ ഗൈസ്. അപ്പം 4-ാം മിനിറ്റിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗ്രീസ്മാൻ ഗോൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഹെഡ് അടിപൊളി ഒരു ഗോളാണ്. ബെക്കാമായിരുന്നു നമ്മുടെ ഷൂട്ടിങ് മച്ചാമാരെ. ഞാനിത് ഗോൾ സെലിബ്രേഷൻ ഇട്ടിട്ടില്ല. ഇത് പണിയാണോ മച്ചാമാരെ? എടാ സംഭവം എനിക്ക് തോന്നുന്നു ഓപ്പോണ്ട് നെറ്റ് പോയോ? ഇല്ലല്ലോ, 3 ടവർ ലൊക്കേഷൻ ഉണ്ട്, 2-ആയി 3-ആയി മച്ചാമാരെ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. മാച്ച് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഓവൻ 2 അനങ്ങുന്നില്ല ഗൈസ്. ഓവൻ ടു കേസ്മിറോ 2 ഓക്കെ. ലയണൽ മെസ്സി 2 നമ്മുടെ പുതിയ പ്ലെയറായ കിം ജിൻസു, ജെറാഡ്, ഗ്രീസ്മാൻ ഗൈസ്. ഈ ഒരു നമ്മുടെ പ്ലെയർ സീനാട്ടോ, അത്യാവശ്യം വെട്ടിച്ച് കളിക്കുന്നുണ്ട്. ഗ്രീസ്മാൻ 2 ലൂയിസ് സുവാരസ്, ടോണി ആഡംസ് എടുത്തണം മച്ചാമാരെ. ക്രൈഫ് 2 നമ്മുടെ ജെറാഡ് എടുത്തിട്ടുണ്ട്. ജെറാഡ് 2 മെസ്സി ഗൈസ്. അപ്പോൾ 1-ാം ഗോൾ ഇട്ടു. 2ാമത്തെ ഗോള് നമുക്ക് നോക്കാം. സുവാരസ് ഗോള് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ ഗോൾ ഇട്ടിട്ടുണ്ട് മച്ചാമാരെ. എനിക്ക് തോന്നുന്നു ഓപ്പോണന്റ് നെറ്റ് പോകുന്നുണ്ടോന്നൊരു ഡൗട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നില്ല. സോ നമുക്ക് എന്തായാലും നോക്കാം മച്ചാമാരോട്. കിടിലിന് ഓപ്പോണന്റ് ആടോ വന്നിരിക്കുന്നത്. ഇല്ല മച്ചാമാരെ, എന്തായാലും നോക്കാം നമുക്ക് ഗൈസ്. അപ്പം നിങ്ങൾ ഇന്നാരെങ്കിലും ജെറോഡിനെയൊക്കെ എടുത്തവരുടെ കമൻറ്റ് ചെയ്യാം. പിന്നെ നാളെ ഒരു കിടിലൻ മാച്ച് വരുന്നുണ്ട്. നമ്മുടെ ലെജൻഡറി സ്ക്വാഡുമായിട്ടൊരു മാച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഓപ്പോണന്റ് പണിയാണോ? പക്ഷെ ഗൈസ് എന്താ പറയുക, നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് പ്ലെയർ ഇനിയും ഇഷ്ടംമാതിരി പ്ലെയേഴ്സ് ഉണ്ട് മച്ചാമാരെ. നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോരുത്. ആശ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്പോണന്റ് നോക്കാം ഗൈസ്. സംഭവം നീങ്ങുന്നില്ലല്ലോ, നെറ്റിൻ്റെ പ്രശ്നമുണ്ടോ? പക്ഷേ ഗൈസ് ഈ ഒരു മാച്ചിലൊരു കിടിലൻ കംബാക്ക് ഉണ്ട് കേട്ടോ. ഓപ്പോണൻ്റെ കംബാക്ക് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. നെറ്റ് പോയിട്ടും ആശ തിരിച്ചെടുത്തിയ ആ ഒരു സ്പിരിറ്റ്, അതിനൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു അടിപൊളി കംബാക്കാണ് നമ്മുടെ ഓവനും ഷെവൻകോനും വെച്ചിട്ട് ഓപ്പോണന്റ് നിരത്തുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഓൾറെഡി 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ മച്ചാമാർ ഇങ്ങനെ കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കും കളിക്കാൻ പറ്റില്ല, ഓപ്പോണന്റും കളിക്കാൻ പറ്റില്ല. ഇപ്പം നല്ല സ്ക്രിപ്റ്റിംഗും ഉണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാവരും നിർത്തി പോകുന്നുണ്ട് മറ്റേ ഡിവിഷൻ മാച്ചിൽ നിന്ന്. അതൊന്നും മാറി കിട്ടട്ടെ ഗൈസ്. ഇതൊന്നും മാറിയാതെ കുറേ പ്രശ്നങ്ങൾ മാറുമായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. മെസ്സി 2 വീണ്ടും നമ്മുടെ സുവാരസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് അടുത്ത ഒരു ഗോളിനാണ് സുവാരസ് ഗോള് മച്ചാമാരി. അപ്പോൾ വീണ്ടും നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മുടെ സുവാരസിനെ കൊണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് നെറ്റ് കുറവാന്ന് തോന്നുന്നു, അതാണ് ഡിഫൻസ് ഒന്നും വരാത്ത കാര്യമായിട്ട്. പക്ഷെ 13-ാം മിനിറ്റ് ആയിട്ടുള്ളൂ. 13-ാം മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ സുവാരസിനെ വെച്ചിട്ട് ഗോൾ അടിച്ചു മച്ചാമാരുടെ. എന്തായാലും നോക്കാം. സ്കിപ്പ് ചെയ്തിട്ട് മാറുന്നില്ല. എന്തായാലും ഇതൊരു അടിപൊളി മാച്ച് ആയിരിക്കും കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. 13-ാം മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കാം. ഓവൻ 2
കേസ്മറോ ടു മെസ്സി. ഇനിയാണ് നമ്മുടെ ഓപ്പോണിൻ്റെ വരവ്. ഗൈസ് ഓവൻ കേസ്മറോ ടു വീണ്ടും എടുത്തിട്ടുണ്ട്. സുവാരസ്, ടോണി ആഡംസ്. ഗൈസ് ഇവിടെ നിന്ന് ആരും ഇല്ലല്ലോ. മച്ചാമിനാണ് വീണ്ടും ഓവൻ. ഗൈസ് ഓവൻ ഓക്കെ എടുത്തിട്ടുണ്ട്. റിക്യുപ്പൈ ടു ഗ്രീസ്മൻ ടു നമ്മുടെ പുതിയ പ്ലെയറെ കിംജിത്സു. ഗൈസ് ഇത് എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഇറക്കാൻ പറ്റില്ല കേട്ടോ. ഇടയ്ക്ക് തലയ്ക്കൊക്കെ മാത്രമേ ഇറക്കാൻ പറ്റിയ പ്ലെയറാണ്. ഞാൻ ഇന്ന് തന്നെ ഇറക്കിയത് പൊസിഷൻ കണ്ടിട്ടാണ്. നമ്മൾ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലെയറെ കുറേ ഇപ്പോൾ ഇറക്കിയത്. പക്ഷെ കുറേ നമ്മുടെ പ്രോ പ്ലെയേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പ്ലെയർ ആണ്. കുറച്ച് കൂടി ഡിമാർക്കോ കേസ്മറോ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. ഗ്രീസ്മൻ ടു നമ്മുടെ കിംജിത്സു ടു ഗ്രീസ്മൻ ടു സുവാരസ് ടു മെസ്സി. നന്നായിട്ട് കയറി വന്നതായിരുന്നു. അപ്പം തന്നെ അവന്മാർ വിളിച്ച് ഗൈസ്. അപ്പം എന്തായാലും ഓഫ് സൈഡ് ആയിപ്പോയി മെസ്സിയുടെ. പക്ഷെ നല്ലൊരു വരവാട്ടോ. പിന്നെ മച്ചാമാരെ ഓൾറെഡി നിങ്ങൾ എന്തായാലും മെസ്സിക്കൊക്കെ എ പൊസിഷൻ ഉണ്ട്. നിങ്ങൾ ഇറക്കി നോക്കുക, എല്ലാ മെസ്സിക്കും എ കിടക്കുന്നുണ്ട്. ഞാൻ ഗെയിം പ്ലേ നോക്കിയപ്പോൾ അതിൽ കിടപ്പുണ്ട്. സോ എന്തായാലും ഈ ബിഗ് ടൈം മെസ്സി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ബുഡ് മെസ്സി ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഇറക്കി നോക്കുക, എല്ലാവർക്കും കിട്ടും. ഗൈസ് എനിക്ക് തോന്നുന്നു ഓപ്പോണ്ട് നെറ്റ് പോകുന്നുണ്ട് കണ്ടോ. 1 2 3 അതാണ് സംഭവം. എന്തായാലും മച്ചാമാരെ നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓപ്പോണന്റ് എന്തോ സെറ്റ് ചെയ്തിട്ട് വലിയൊരു സെറ്റിന് ശേഷം ഓപ്പോണന്റ് വരുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. മാനുവൽ ടു യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റേസിസം. അപ്പം കറങ്ങുന്നുണ്ട് മച്ചാമാരെ. എന്തായാലും സുവാരസിലേക്കാന്ന് തോന്നുന്നു. സംഭവം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മച്ചാമാരെ. ഇതേ അവസ്ഥ തന്നെ എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലത്തെ ഉള്ള ഇത് വന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഗൈസ് ഇത് അനങ്ങുന്നില്ല. അതാ അനങ്ങി മച്ചാമാരാണ്. ഇതെന്തത് മെസ്സി ഗൈസ്. പാടി എൻ്റെ നെറ്റ് പോവാൻ ചാൻസ് ഇല്ല മച്ചാമാരാണ്. ഇതെന്തത് അടിപൊളി മച്ചാമാരുടെ ബെക്കാം. നമുക്ക് നോക്കി നോക്കാം. അതാ സുവാരസ് അണ്ണൻ മെസ്സി. എൻ്റെ പൊന്ന് ഗൈസ് ഇതെന്താ ഇത് പോസ്റ്റ് കഫു. ഇപ്പം റെഡിയായി ഗൈസ്, ഇപ്പം റെഡിയായി. ബെക്കാം ടു ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെക്കാം ടു നമ്മുടെ സുവാരസ്. ഗൈസ് ഇപ്പം ആണെങ്കിൽ എന്തല്ലോ കളിപ്പിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ മാനേജറൊക്കെ നെർഫഡായെന്ന് തോന്നുന്നു. ഗ്യാസ്പറിൻ്റെ ആദ്യത്തെ ഫോം പോയി. പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇപ്പം ഡെശാംസിന് ഇറക്കിയ ഗൈസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ടോണി ആഡംസ് ടു കേസ്മറോ ടു ബെക്കാം ടു ഷെവൻകോ ടു ഓവൻ. എൻ്റെ മച്ചാമനടാ ഹാഫ് ടൈമിന് മുമ്പ് ഇത് ഷെവൻകോ അടിച്ചു ഗൈസ്. അപ്പോൾ ഓപ്പോണന്റ് നെറ്റുമായി അണ്ണന്മാര് തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു ഗോൾ അടിച്ചു കേട്ടോ. ഷെവൻകോനെ കൊണ്ട് 1 അടിച്ചു. എൻ്റെ മച്ചാമനാണ് നോക്കാം. സുവാരസ് ടു നമ്മുടെ ജെറാഡ് ടു കിംജിത്സു. ഗൈസ് കിംജിത്സു അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ജെറാഡ് ഹാഫ് ടൈം ആയി മച്ചാമര്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ശരിക്കും ഒരു ഗോളേ അടിച്ചിട്ടുള്ളൂ. ബാക്കി 2 ഗോളുകളും നമ്മുടെ ഓപ്പോണന്റ് നെറ്റ് പ്രശ്നം കാരണമാണ്. പക്ഷെ ആ ഒരു ഇത് കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഓവൻ ടു ഗൈസ്. അപ്പം തിരിച്ചു വരുന്നുണ്ട്. ബെക്കാം ടു ഡിമാർക്കോ. ബെക്കാം ടു കിട്ടിയിട്ടുണ്ട് മച്ചാമര്. ജെറാഡ് ടു ബെക്കാം ടു മെസ്സി. ടോണി ആഡംസ് എടുത്തിട്ട് ആ പാസ് നടന്നില്ല. കേസ്മറോ ഓവൻ ഷെവൻകോ വീണ്ടും മച്ചാമരടാ. കിട്ടി മെസ്സി. കേസ്മറോ ടു ജെറാഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ജെറാഡ് ടു ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കാം. ടോണി ആഡംസ് ടു ഡേവിഡ് ബെക്കാം. മെസ്സി ടു ഒരു ത്രൂ പാസ്. കുറച്ച് കൂട്ടി അടിച്ചാൽ മതിയായിരുന്നു മച്ചാമാരെ. റിക്യുപ്പൈ അല്ല ജെറാഡ് ടു റിക്യുപ്പൈ. വീണ്ടും നമ്മുടെ ഡേവിഡ് ബെക്കാം. കുറച്ചു നേരം ഓടിക്കാം നമുക്ക്. ഇവിടെ നിന്നൊക്കെ ഒരു ഷോട്ട് അടിച്ചാൽ കയറൂല ശരിക്കും. എടാ ഡിമാർക്കോ ക്രൈഫ് മച്ചാമാരെ. ക്രൈഫ് ടു ഓവൻ ടു ഷെവൻകോ ടു നമുക്ക് നോക്കാം ഗൈസ്. കിട്ടിയിട്ടുണ്ട്. കഫു ടു നമ്മുടെ റിക്യുപ്പൈ ടു ഈ കേസ്മർ ആകെ പണിയാണല്ലോ. ബെക്കാം ടു ഓവൻ ഗൈസ്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ടു ഇതായിരുന്നു ലെവിക്കോവിയോ. നമ്മൾ ഈ ഇടയ്ക്ക് ഗൈസ് ഇറക്കിയ ഒരു പ്ലെയറാണ്. ഗ്രീസ്മൻ ടു ബെക്കാം. മെസ്സി. ഡിമാർക്കോ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. നമ്മുടെ മെസ്സി. ഡിമാർക്കോ ടു ബെക്കാം ടു ക്രൈഫ് ടു നോക്കട്ടെ മച്ചാമാരുടെ. ഓപ്പോണ്ട് കയറി വരുന്നുണ്ട്. ടോണി ആഡംസ് എടുത്തു. റിക്യുപ്പൈ ടു നമ്മുടെ ക്രൈഫ് ഗൈസ്. ഡബിൾ ബൂസ്റ്റർ പരിപാടിയാണ് ആടാ. ഓക്കെ ഗൈസ്. അപ്പോൾ അവിടെ ഒരു ഫൗള് വന്നിട്ടുണ്ട്. അത് നമ്മളല്ലേ ഫൗൾ ചെയ്തേ, അവന്മാരാ തോന്നുന്നു കേട്ടോ ഗൈസ്. അവരാ ഫൗൾ ചെയ്തേ. ക്രൈഫ് നേരിട്ടൊന്ന് അടിച്ചതാ. ടോണി ആഡംസ് ടു നമുക്ക് നോക്കാം. ഡിമാർക്കോ
എന്റെ പൊന്ന് വെച്ചാൽ മതി. ഇത് എന്താ ഇത്? ഷെവൻകോ ജെറാഡ് എടക്കായ് കിട്ടിയെന്ന്. ഷെവൻകോ വരുന്നുണ്ട്. ഷെവൻകോ ഓപ്പോണന്റ് സീനാണല്ലോ കുറച്ച് കയറി വരുന്നത്. കഫു ടു മെസ്സി, മെസ്സി ടു നമ്മുടെ സുവാരസ്. ഇവന്മാരുടെ കേസ്മറോയും ഡിമാർക്കോയും കുറച്ച് സീനാണ് വെച്ചാമാരടാ. ഓക്കെ, ഒരു ഫുൾ ഷോട്ട് വെക്കാം. ഈ ഓവൻ ഓഫ് എടുത്തു ഗൈസ്. കോൽവിൽ ടു ജെറാഡ്. കേസ്മറോ ടു മെസ്സി, മെസ്സി ടു ക്രൈഫ്, ഡബിൾ വെക്കാം. ഓക്കെ ഗൈസ്, അപ്പം വീണ്ടും ടോണി ആഡംസ് ടു ഡിമാർക്കോ, ബെക്കാം. ഗൈസ് അപ്പം നമുക്ക് നോക്കാം. ഒരു ഷോട്ട് ഗൈസ്. എടാ എന്റെ പൊന്ന് വെച്ചാൽ ഓവന്റെ ഒരു 2 ഗോളുകൾ. ഓവൻ അല്ലേ സാധനം? ഓവൻ തന്നെ ഗൈസ്. അപ്പം ഗോൾ അടിച്ചിട്ടുണ്ട്, ഓവൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഗോൾ ഓവനല്ലേ ഗൈസ്. അപ്പം 2 ഗോളുകളായിട്ടുണ്ട്. എടാ വെച്ചാൽ നല്ല കംബാക്ക്. എടാ 80-ാം മിനിറ്റിൽ ഓവൻ അടിച്ചു. പക്ഷേ ഇതൊരുമാതിരി ആവും. ടോണി ആഡംസ് ടു ബെക്കാം ടു നമ്മുടെ സ്നൈഡർ ഇറക്കിയിട്ടുണ്ട്. മെസ്സി ഗൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുവാരസ് മച്ചാവനാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇതടി. നല്ലൊരു ചാൻസ് ആയിരുന്നു, മിസ്സാക്കി കളഞ്ഞല്ലോടാ. ബെല്ലിംഗം മച്ചാവനാടാ. ഈ ബെല്ലിംഗത്തിൻ്റെ ഇത് പവർ കുറഞ്ഞു നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. കിം ജിൻസു മച്ചാവനാടാ. കിം ജിൻസു അത്യാവശ്യം. കേസ്മറോ, ഷെവൻകോ ടു ക്രൈഫ് ടു എടാ മച്ചാവനാടാ. വീണ്ടും ഓവൻ മൺമച്ചോ. ഗൈസ് അതെന്താ സംഭവിച്ചു അവിടെ? ഓവൻ അടിച്ചു, പോസ്റ്റ് തട്ടി തെറിച്ചു എന്നാന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് ഗൈസ് നല്ല സീനാട്ടോ. എൻ്റെ അമ്മേ സാധനം കയറി വരുന്നുണ്ട് മച്ചാവനാടാ. അപ്പം നമ്മൾ സ്റ്റോയിച്ച്കോവിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം 88-ാം മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കി നോക്കാം. സുവാരസ് ടു ഓവൻ ടു ടോണി ആഡംസ്. ഗൈസ് ഡിഫൻസ് ഒക്കെ പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. ടോണി ആഡംസ് ടു ഇതിപ്പോൾ സ്റ്റോയിച്ച്കോവ് ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഇത് വല്ലാത്തൊരു കളിയായി പോയല്ലോ ഗൈസ്. മെസ്സി ഗൈസ്, ബെല്ലിംഗം. നമുക്ക് നോക്കാം. ഓവൻ ടു ഷെവൻകോ ഗൈസ്. വീണ്ടും ഒരു ടാർഗറ്റ്. എൻ്റെ മോനെ ഷെവൻകോ ഗൈസ് പിടിച്ചോ. എടോ സീന് മച്ചവനാണ്. ഇപ്പം പണി പാളിയാൻ. എൻ്റെ പൊന്ന് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു മാച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മച്ചാമാരെ ഗൈസ്. അപ്പം നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി മാച്ച് ആയിരുന്നു. എന്തായാലും ഒരു കിടിലൻ സ്ക്വാഡാണ്. നമ്മുടെ കിം ജിൻസു എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്ലെയർ, വലിയ സീനൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നല്ലൊരു കിടിലൻ മാച്ചായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഡിഫൻസ് സ്ക്വാഡും അതുപോലെ തന്നെ ഇപ്പോൾ മാനേജറൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.